ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി സീക്രട്ട് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളായ കുറച്ച് ഹിന്ദി സെൻറ്റൻസുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. ജൂട്ട് മത് ബോലോ, കള്ളം പറയരുത്. ജൂട്ട് മീൻസ് കള്ളം. മത്ത് എന്ന് പറഞ്ഞാൽ നിഷേധാർത്ഥമാണ് കേട്ടോ. മത്ത് ബോലോ എന്ന് പറഞ്ഞാൽ പറയരുത്. ബോൽന എന്ന് പറഞ്ഞാൽ പറയുക. മത് ബോലോ എന്ന് പറഞ്ഞാൽ പറയരുത്. ജൂട്ട് മത് ബോലോ, കള്ളം പറയരുത്. ജൂട്ട് മത്ത് ബോലോ, കള്ളം പറയരുത്. അടുത്തത് ജൽദി സാഫ് കരോ, വേഗം വൃത്തിയാക്കൂ. ജൽദി എന്ന് പറഞ്ഞാൽ വേഗം, പെട്ടെന്ന് ഒക്കെ അർത്ഥമുണ്ട് കേട്ടോ. സാഫ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. സാഫ് കരോ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കൂ. ജൽദി സാഫ് കരോ, വേഗം വൃത്തിയാക്കൂ. ജൽദി സാഫ് കരോ, വേഗം വൃത്തിയാക്കൂ. ധീരസെ ബോലോ, പതുക്കെ സംസാരിക്കൂ. ധീരസെ എന്ന് പറഞ്ഞാൽ പതുക്കെ, ബോലോ എന്ന് പറഞ്ഞാൽ സംസാരിക്കൂ. ധീരസെ ബോലോ, പതുക്കെ സംസാരിക്കൂ. ധീരെ സെ ബോലോ, ധീരെ സെ ബോലോ, പതുക്കെ സംസാരിക്കൂ. അടുത്തത് ജോർ സെ ബോലോ, ഉച്ചത്തിൽ സംസാരിക്കൂ. ജോർ സെ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ എന്നാണ് അർത്ഥം കേട്ടോ. ബോലോ എന്ന് പറഞ്ഞാൽ സംസാരിക്കൂ. ജോർ സെ ബോലോ, ഉച്ചത്തിൽ സംസാരിക്കൂ. ജോർ സെ ബോലോ, ജോർ സെ ബോലോ, ഉച്ചത്തിൽ സംസാരിക്കൂ. അടുത്തത് മത് ജാവോ, പോകാൻ പാടില്ല അല്ലെങ്കിൽ പോകരുത് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അതിനാണ് മത് ജാവോ. മത് ജാവോ, പോകാൻ പാടില്ല. ജാവോ എന്ന് പറഞ്ഞാൽ പോകൂ എന്നാണ് അർത്ഥം കേട്ടോ. മത് ജാവോ എന്ന് പറയുമ്പോൾ പോകാൻ പാടില്ല അല്ലെങ്കിൽ പോകരുത്. മത് ജാവോ, മത് ജാവോ, പോകാൻ പാടില്ല. അടുത്തത് ചുപ് രഹോ, മിണ്ടാതിരിക്കൂ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ, എന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ നന്നായിട്ട് കേൾക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് പറയല്ലോ, അതിന് പറയുന്ന പേരാണ് ചുപ് രഹോ, മിണ്ടാതിരിക്കൂ. ചുപ് രഹോ, മിണ്ടാതിരിക്കൂ. അടുത്തത് വജഹ് ക്യാ ഹേ, എന്താണ് കാരണം. വജഹ് മീൻസ് കാരണം എന്നാണ് അർത്ഥം കേട്ടോ. ക്യാ ഹേ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാ എന്ത് എന്നാണല്ലോ അല്ലേ. വജഹ് ക്യാ ഹേ, വജഹ് എന്ന് പറഞ്ഞാൽ കാരണം, ക്യാ ഹേ എന്ന് പറഞ്ഞാൽ എന്ത്. കാരണം എന്താണ്, എന്താണ് കാരണം എന്ന് പറയാം, കാരണം എന്താണ്, രണ്ട് മീനിങ്സ് വെച്ചുകൊണ്ട് പറയാം കേട്ടോ. വജഹ് ക്യാ ഹേ, എന്താണ് കാരണം. വജഹ് ക്യാ ഹേ, എന്താണ് കാരണം. അടുത്തത് മുജെ യാദ് നഹീം, എനിക്ക് ഓർമ്മയില്ല. മുജെ യാദ് നഹീം, എനിക്ക് ഓർമ്മയില്ല. മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക്, യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ, നഹീം എന്ന് പറഞ്ഞാൽ ഇല്ല. മുജെ യാദ് നഹീം, എനിക്ക് ഓർമ്മയില്ല. മുജെ യാദ് നഹീം, എനിക്ക് ഓർമ്മയില്ല. തും ഇധർ ആവോ, നിങ്ങൾ ഇവിടെ വരൂ. തും ഇധർ ആവോ, നിങ്ങൾ ഇവിടെ വരൂ. ആവോ എന്ന് പറഞ്ഞാൽ വരൂ എന്നാണ് അർത്ഥം. ഇധർ എന്ന് പറഞ്ഞാൽ ഇവിടെ, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. തും ഇധർ ആവോ, നിങ്ങൾ ഇവിടെ വരൂ. തും ഇധർ ആവോ, നിങ്ങൾ ഇവിടെ വരൂ. ബഹുത്ത് ധന്യവാദ്, വളരെ നന്ദി. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, ധന്യവാദ് എന്ന് പറഞ്ഞാൽ നന്ദി. ബഹുത്ത് ധന്യവാദ്, വളരെ നന്ദി. ബഹുത്ത് ധന്യവാദ്, വളരെ നന്ദി. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്